നിങ്ങളുടെ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിലെ ഒരാൾ വന്ന് നിങ്ങളെ യുക്തിവാദ പ്രസ്ഥാനത്തിൽ ക്ഷണിക്കുമ്പോൾ അയാളുടെ നോ പറഞ്ഞു, ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്ത് കാരണം എന്താണ്? ഞാൻ ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഒന്ന്, എൻ്റെ ജീവൻ സുരക്ഷിതമാണ്. രണ്ടാമത്തത്, എൻ്റെ ആരോഗ്യവും സുരക്ഷിതമാണ്. എൻ്റെ ജീവനും ആരോഗ്യവും ഒക്കെ സുരക്ഷിതമായി നിലനിർത്താനാണ് ഈ പറയുന്ന വിധികൾ, നിയമങ്ങൾ എന്നോട് എൻ്റെ നാഥൻ പറഞ്ഞത്. ഇതും ഒഴിവാക്കി നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ സംരക്ഷണവുമില്ല, ജീവനും പ്രത്യേകിച്ചൊരു പരിചരണവുമില്ല. കേവലം ദേഹേച്ഛകൾ, ഇഷ്ടങ്ങൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. ഇതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇസ്ലാമിൽ ഭയങ്കരമായിട്ടുള്ള ജീവന് പ്രാധാന്യമാണ്, ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കുട്ടികളും ഇസ്ലാമിൽ നിൽക്കുന്നത്. അതല്ലാതെ അവർ ചെറിയ പ്രായം തൊട്ട് മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ടോ പള്ളി മദ്രസകളിൽ പറഞ്ഞയച്ച് കുട്ടികളുടെ തലച്ചോറിൽ ചെറിയ പ്രായം തൊട്ട് തന്നെ മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഭയം നിറച്ചത് കൊണ്ടോ, നമ്മൾ ഇന്നലെ ഈ വീഡിയോയുടെ തുടക്ക ഭാഗം കാണിക്കുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇവർ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം പോലും, ഈ ഒരു എന്താ പറയുക, ഒരു ട്രെയിനിങ് പോലും കൊടുക്കുന്നതിന് മുൻപ് ആ കുട്ടികളുടെ മനസ്സ് സൈക്കോളജിക്കലി എങ്ങനെയാണ് പരുവപ്പെടുത്തിയത് എന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ മുകളിൽ മരണം, ഖബർ, നരകം എന്ന് തുടങ്ങിയിട്ടുള്ള ഭയം നിറച്ചു വെച്ചതിന് ശേഷം ഇസ്ലാം അതിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ഈ ഭയാനകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടുമെന്നും, ഇത്തരം ഭീതിയിൽ കുട്ടികളെ പിടിച്ചു നിർത്തിയതിന് ശേഷം അവർക്ക് നിലവിൽ അവർ നിൽക്കുന്ന ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പച്ചയായ കളവ് പറഞ്ഞ് അതാണ് ഇസ്ലാം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് സമർത്ഥിക്കാനാണ് ഒരു വ്യക്തി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. ഒന്ന്, ഇസ്ലാം ജീവന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. രണ്ട്, ആസ്വാദനവും ആരോഗ്യവും പരിഗണിച്ചാൽ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ ആസ്വാദനം മാത്രമാണ്, ആരോഗ്യം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ വീണ്ടും മൂന്നാമത്തെ ഒരു തെളിവ് അദ്ദേഹം പറയുകയാണ്. മൂന്നാമത് എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മൂന്നാമതായിട്ട് പറയേണ്ട കാര്യം, മൂന്നാമത്തേത് സ്വാതന്ത്ര്യവും സുരക്ഷയും ഒന്നിച്ചു വന്നു. ഏതൊക്കെയാ വന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ നമ്മുടെ മതം പ്രാധാന്യം കൊടുത്ത ഏതിനാണ്? സ്വാതന്ത്ര്യത്തിനല്ല, സുരക്ഷക്കാണ്. ഒരു ഉദാഹരണം പറയൂ. സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ സുരക്ഷക്കാണ് പ്രാധാന്യം, സ്വാതന്ത്ര്യത്തിനല്ല ഇസ്ലാമിൽ. ഒരു ഉദാഹരണം പറയൂ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ആ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വാതന്ത്ര്യവും സുരക്ഷയും ഇത് രണ്ടും പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും. കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ ഇന്നലെ ഞാനിത് പറഞ്ഞപ്പോൾ പലരും വളരെ മോശം കമൻറ്റുകൾ, മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കമൻ്റ് എഴുതുന്നത് കണ്ടു. കുറച്ചുകൂടി മാന്യമായിട്ട് എന്താണോ നമ്മൾ വിഷയം, ആ വിഷയം മാത്രം കൃത്യമായിട്ട് പറയുക. അതിനെ വക്രീകരിച്ചോ അതിനേതെങ്കിലും പരിഹാസ്യ രൂപേണയോ അല്ല, ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ആ കാര്യം കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾക്കത് മനസ്സിലായത്? നിങ്ങൾക്കൊരു ഉദാഹരണം പറയാൻ പറ്റുമെങ്കിൽ പറയൂ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡ്. അതാണ് സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡ്. സ്വാതന്ത്ര്യവും സുരക്ഷയും ഒരുമിച്ച് വരുമ്പോൾ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഇദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചാണ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ദയവ് ചെയ്ത് പ്രത്യേകിച്ച് വിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്നിരിക്കുന്ന കയ്യാലപ്പുറത്തെ തേങ്ങകളൊക്കെ നിർബന്ധമായിട്ടും കേട്ടിരിക്കണം. പ്രത്യേകിച്ച് ഇസ്ലാമിനകത്തുള്ള സ്ത്രീകളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അതുപോലെ തന്നെ പുരുഷന്മാരും ആൺകുട്ടികളും ഒക്കെ കേൾക്കണം. നിങ്ങളെക്കുറിച്ച് കൂടിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. സ്വാതന്ത്ര്യവും സുരക്ഷയും ഒരുമിച്ച് വരുമ്പോൾ അതിലേത് പ്രാധാന്യം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് സുരക്ഷയ്ക്കാണ്. അതിനൊരു ഉദാഹരണം പറയൂ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രം. അപ്പോൾ പുരുഷന്മാർക്കൊരു സുരക്ഷയും വേണ്ടേ ഉസ്താദെ? വേണ്ടേ? ഇനി എങ്ങനെയാണ് ഇത് ചെരുപ്പിനൊപ്പിച്ച് കാലുമുറിക്കലാവുന്നത്? ഇസ്ലാമിൽ നിലവിലുള്ള നിയമം, ആ നിയമം ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും അത് കണ്ടീഷൻ ചെയ്യപ്പെടുകയും ചെയ്ത് അവരതിനടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അവരിൽ അപകർഷതാബോധം ഉണ്ടാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ഉള്ളിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദ്യം ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ അതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടുള്ള ചെപ്പടി വിദ്യയാണ്. ഇനി നമുക്ക് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരും എങ്ങനെയാണ് അത്. സാധാരണഗതിയിൽ ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ഈ ക്യാമ്പസിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് നിങ്ങൾ അഴിച്ചു വെക്കുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാനിത് ധരിച്ചെന്തിനാണെന്നറിയോ? സ്വാതന്ത്ര്യം ഒരു ഭാഗത്തുണ്ട്, സുരക്ഷ ഒരു ഭാഗത്തുണ്ട്. സ്വാതന്ത്ര്യം ഒരു ഭാഗത്തുണ്ട്, സുരക്ഷ ഒരു ഭാഗത്തുണ്ട്. ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്?
ഇസ്ലാമിക വസ്ത്രം എന്ന രീതിയിൽ ഇവർ ഉദ്ദേശിക്കുന്നത് പർദ്ദയോ ബുർഹയോ ആണ് എങ്കിൽ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റിൽ ആളുകൾ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ എന്തിനാ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത്, അതൊക്കെ പഴയതാണ്, അത് ഒഴിവാക്കിയിട്ട് കോളേജിൽ കയറിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? അതല്ലെങ്കിൽ അത്തരം ആശയപ്രചാരണത്തിന് വേണ്ടി കോളേജ് ക്യാമ്പസിന്റെ പ്രതലങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്കറിയില്ല. ഈ ഉസ്താദിന് അറിയെങ്കിലും ഒന്ന് കാണിച്ചു തരണം. കോളേജ് ക്യാമ്പസുകളിൽ ചെറിയ സ്റ്റോളുകൾ ഇട്ടിട്ട് അവിടെ ലഘുലേഖ വിതരണം ചെയ്തിട്ട് നാളെ മരിച്ചു ചെന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഡിങ്കൻ അത് തരും, ഇത് തരും, നിങ്ങളുടെ ജീവിതം നിങ്ങൾ മരിച്ചാൽ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാനും മതപ്രചാരണം നടത്താനും ആശയപ്രചാരണം നടത്താനും കോളേജുകളും സ്കൂളുകളും ബസ് സ്റ്റോപ്പുകളും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? എന്തിന് ആശുപത്രി കിടക്കകൾ വരെ, ശസ്ത്രക്രിയയുടെ മുൻപ് രോഗികൾ പിന്നെ കാത്തിരിക്കുന്ന കേന്ദ്രങ്ങളിൽ വരെ, ICUവിൽ വരെ പോയിട്ട് എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? മരിച്ച മയ്യത്ത് വരെ ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ച ഒരു മതത്തിന്റെ പ്രതിനിധി എന്നിട്ട് പറയാണ് കോളേജ് ക്യാമ്പസുകളിൽ ഇങ്ങനെ ആളുകൾ നിരന്നു നിന്നിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ എന്തിനായാലും വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇസ്ലാമിക വസ്ത്രധാരണം നടത്തിയിട്ട് പോകുന്ന കുട്ടികളെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വസ്ത്രമൊക്കെ ധരിക്കുന്നത്, ഇതൊക്കെ പഴഞ്ചനല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങളുടെ അതേ നിലവാരത്തിലോ അതിന് മുകളിലോ ഈ പറയപ്പെടുന്ന വർഗീയത തലയിൽ കയറിയ ആളുകളാണ്. അത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട്, അതിക്രമം പ്രവർത്തിച്ചവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇദ്ദേഹം പറയുന്ന ന്യായവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഏത് കോളേജ് ക്യാമ്പസിലാണ് കുട്ടികൾ പർദ്ദ ധരിച്ചു വരുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ധരിക്കുന്നതെന്ന് ചോദിക്കുന്നത്? അതിനുവേണ്ടി ഈ മിഷനറി പ്രവർത്തനം നടത്തുന്നത് ആരാണ്? എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കുകയാണ്. ഉസ്താദിന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറയുക സ്വാതന്ത്ര്യം ഒരു ഭാഗത്തുണ്ട്, സുരക്ഷ ഒരു ഭാഗത്തുണ്ട്. ഏത് സ്വാതന്ത്ര്യം? ഇനി അതുകൂടി പറയണല്ലോ. കേരളത്തിൽ നിലവിൽ പർദ്ദയോ ബുർഹയോ ധരിക്കുന്ന, പ്രത്യേകിച്ച് മുഖം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന കുട്ടികൾ എത്ര ശതമാനം പേരാണ് അത് അവരുടെ ചോയ്സ് ആയിട്ട് എടുക്കുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഇവർക്ക് ഇസ്ലാമിക വസ്ത്രധാരണം എന്നതിൽ നിന്ന് മാറിയിട്ട് ഇസ്ലാമികമായിട്ട് ഇപ്പൊ ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കുക എന്ന വസ്ത്രത്തിനപ്പുറത്തേക്ക് പർദ്ദ ബുർഹ തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ പോലും ഇവർക്ക് എപ്പോഴാണ് ചോയ്സ് ആയിട്ട് വരുന്നത്? എത്ര ശതമാനം ആളുകൾക്കാണ് അത് ചോയ്സ് ആയിട്ട് സ്വീകരിക്കാൻ കഴിയുന്നത്? അത് ചെറിയ പ്രായം തൊട്ട് കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. പെൺകുട്ടികൾ പർദ്ദ ധരിക്കാതെ പുറത്തു പോകുന്നതിന് വാപ്പമാരെ ചീത്ത വിളിക്കുന്ന ഉസ്താദുമാര് കാലത്ത്, പള്ളിയിലെയും മദ്രസയിലെയും ഉസ്താദുമാര് ഉമ്മാനെയും വാപ്പാനെയും ആങ്ങളമാരെയും അപമാനിക്കുന്ന കാലത്ത് ഇവരൊക്കെ എല്ലാവർക്കും വേണ്ടി, അള്ളാന്റെ ദീനിനും പള്ളിക്കത്തെ ഉസ്താദിനും അയലോക്കത്തെ കാക്കാക്കും വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് ഇതൊക്കെ നോക്കി നിൽക്കുന്ന നാട്ടുകാർക്കും വേണ്ടി ഒരു പെൺകുട്ടിയെ ചെറിയ പ്രായത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ട് അവര് നിർബന്ധിച്ച് ധരിക്കുന്ന വസ്ത്രമാണ് ഇത്. കണ്ടീഷൻ ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട കുട്ടിക്ക് ആ കാര്യത്തിൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. ചെറിയ പ്രായം തൊട്ട് ഒരേ രീതിയിൽ തന്നെ പരിശീലിപ്പിച്ച് വന്ന കുട്ടിക്ക് അതൊരു കംഫർട്ടായിരിക്കും. കാരണം അത് അവർ ചെറിയ പ്രായം തൊട്ട് അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ കാരണം എന്നത് നിങ്ങൾ +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് കോളേജിലേക്ക് പോകുന്നതിന് മുൻപ് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സൂത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണോ? ഇതൊന്നും അറിയാതെയാണോ ഈ കുട്ടി ഇത്രയും കാലം ആ ഇസ്ലാമിക വസ്ത്രം എന്ന രീതിയിൽ പർദ്ദയും ബുർഹയും ഒക്കെ ധരിച്ചത്? അപ്പൊ ഇതിലൊക്കെ ചില അപാകതകൾ ഉണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. എന്താണ് സ്വാതന്ത്ര്യം? വസ്ത്രം ധരിക്കാതെ അല്ലെങ്കിൽ ശരീരം വേണ്ട രൂപത്തിൽ മറക്കാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രം ധരിക്കാതെ, അതായത് ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്ലാമിക വസ്ത്രം ഈസ് ഈക്വൽ ടു പർദ്ദ. പർദ്ദയും ബുർഹയും ഒക്കെ ധരിക്കുക, ഇല്ലെങ്കിൽ വസ്ത്രം ഇടാതെ നടക്കുക. ഈ 2 വസ്ത്രമേ ഉള്ളൂ. ചോയ്സിന്റെ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിക വസ്ത്രധാരണം, അതല്ലെങ്കിൽ വസ്ത്രം ധരിക്കാതെയുള്ള അഴിഞ്ഞാട്ടം. പർദ്ദ ധരിക്കാത്തവർ അല്ലെങ്കിൽ എന്തായാലും പറയാം ഹിജാബ് ധരിക്കാത്തവരൊക്കെ മുസ്ലിം സ്ത്രീകളൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് പുലിവാല് പിടിച്ച ഒരു സമസ്തയുടെ നേതാവിനെ നിങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് അതിലൂടെ ഉണ്ടാകുന്നത് അക്രമമാണ്, പീഡനമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും മറച്ചുകൊണ്ട് ഒരു സ്ത്രീ, മറ്റൊരു സ്ത്രീ അങ്ങനെയൊന്നും മറക്കാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണിച്ച ഒരു സ്ത്രീ, ഈ 2 സ്ത്രീകളും നമ്മുടെ കണ്ണൂർ പട്ടണത്തിലൂടെ നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇതിൽ ഏത് സ്ത്രീക്കായിരിക്കും പരപുരുഷന്മാരുടെ മോശം കമാൻഡുകൾ കേൾക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? വസ്ത്രം വേണ്ട രൂപത്തിൽ മറക്കാത്ത സ്ത്രീക്ക്. ഏത് സ്ത്രീ ആയിരിക്കും കൂടുതൽ അക്രമത്തിനും പീഡനത്തിനും ഇരയാകാൻ സാധ്യതയുള്ളത്? വസ്ത്രം കൂടുതൽ ധരിക്കാത്ത, ശരീരം പുറത്തു കാണിച്ച സ്ത്രീക്ക്. ഇത് നല്ല ചൂരൽ വെട്ടി ചന്തിക്കടി കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് ഈ ഉസ്താദിനെ കയ്യിൽ കിട്ടിയാൽ. ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതാണെന്ന് മാത്രം വിചാരിക്കേണ്ട, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. വാസ്തവത്തിൽ ഇദ്ദേഹം പറഞ്ഞത് കണ്ണൂർ ടൗണിലൂടെ
പർദ്ദ ധരിക്കാത്ത നടന്നു പോകുന്ന കുട്ടികളെയൊക്കെ കമൻ്റ് അടിക്കുന്ന അല്ലെങ്കിൽ അവിടെ ശല്യം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. കണ്ണൂർ ടൗണിലുള്ള പുരുഷന്മാരൊക്കെ വായു നോക്കികളും ഞരമ്പ് രോഗികളുമാണ് എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതിൻ്റെ പച്ചമലയാളം. പർദ്ദ ധരിച്ചു പോകുന്ന കുട്ടികളെ പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും അടിക്കൂല, അല്ലെങ്കിൽ ശല്യം ചെയ്യൂല, പീഡിപ്പിക്കപ്പെടൂല. അതല്ലാത്ത സ്ത്രീകൾ അത് കൂടി നടന്നാൽ അവരെ കമൻ്റ് അടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ തക്കം കിട്ടിയാൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കണ്ണൂർ ടൗണിൽ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്തിനാ കണ്ണൂർ ടൗൺ മാത്രമാക്കുന്നത്? ഇവരുടെ കണ്ണിൽ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ഞരമ്പ് രോഗികളാണ്. ഇതാര് പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് ആലോചിക്കണം. ഒരാളുടെ കാഴ്ചപ്പാട് അയാളുടെ പ്രത്യയശാസ്ത്രത്തിലും അയാൾ ഉണ്ടാക്കുന്ന നിയമങ്ങളും പ്രതിഫലിക്കും എന്നതിന് ഇതിനേക്കാളും മികച്ച ഉദാഹരണം ഉണ്ടോ? ആലോചിച്ച് നോക്കണം. ഇദ്ദേഹത്തിൻ്റെ ന്യായമാണ്, അത് അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ച് പറയും. ഇതിൽ നമുക്ക് ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കണം. എന്നിട്ട് നമ്മൾ സുരക്ഷയുടെ കാര്യത്തിന് എന്ത് പ്രതിവിധിയാണ് എന്ന് അദ്ദേഹം പറയുന്ന അവസാനത്തെ ഒരു കാര്യത്തിലോട്ട് ഈ സംഭവം നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ടതും ഉണ്ട്. നോക്കാം. അപ്പോൾ വസ്ത്രം ധരിക്കാതെ നടക്കുക എന്നത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ആരാണോ ഉപയോഗപ്പെടുത്തുന്നത് അതിനുശേഷം അയാൾക്ക് സംഭവിക്കുന്നത് പീഡനമായിരിക്കും, അക്രമമായിരിക്കും. ഇത് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു, പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ സൈക്കോളജി കൃത്യമായി അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കണം. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, സുരക്ഷയെ ഉറപ്പുവരുത്താനാണ്. അള്ളാഹു ഒരു മണ്ണുണ്ണി തന്നെ അല്ലേ? ഒരു സ്ത്രീ ഇസ്ലാമിക വസ്ത്രമായിട്ടുള്ള പർദ്ദ അല്ലെങ്കിൽ മുൻകൈയും മുഖവും ഒഴികെയുള്ള വസ്ത്രമല്ല ധരിച്ചിട്ടുള്ളത് എന്ന് കണ്ടാൽ ഉടനെ ഇളകുന്ന വലം പിരിയുന്ന ഇടം പിരിയുന്ന ഞരമ്പുള്ള ജീവികളായിട്ട് മനുഷ്യനെ പുരുഷനെ സൃഷ്ടിച്ചു വിട്ടു ഈ അള്ളാഹു. എന്നിട്ട് അതേ അള്ളാഹു സ്ത്രീകളോട് പറഞ്ഞു, എൻ്റെ സൃഷ്ടിപ്പിൽ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ആദമിൻ്റെ സന്തതി പരമ്പരയിൽ ആൺകുട്ടികൾക്ക് നിങ്ങളെ മുഖം കണ്ടാൽ കയ്യോ കാലോ കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു വശപ്പശകാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചാളി. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് ഇതിൻ്റെ സബ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ നിങ്ങളൊന്ന് മൂടി നടന്നാളി എന്ന് അള്ള പ്രത്യേകമായിട്ട് പറഞ്ഞു. അത് നിങ്ങളോടൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളോടൊരു വിവേചനം ഉണ്ടായിട്ടല്ല, നിങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്ന്. അപ്പം ഈ ഞരമ്പ് വലിയുന്ന ആണുങ്ങൾ ആരുടെ സൃഷ്ടിയാ? അള്ളാഹിൻ്റെ സൃഷ്ടി. അള്ളാഹ്ക്ക് അറിയില്ലേ ഈ ഞരമ്പ് ഇങ്ങനെയാണ് ആണുങ്ങളുടേതെന്ന്? അറിയാം. എന്നാൽ പിന്നെ ആ ഞരമ്പ് അങ്ങനെ അല്ലാണ്ടാക്കി വിട്ടാൽ പോരായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു ഒരു മണ്ണുണ്ണി തന്നെ. അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് പറയാ. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച ആൾ സൃഷ്ടിച്ചതിൻ്റെ കോലമാണ് ഇത്. അള്ളാഹിൻ്റെ ആദ്യത്തെ സൃഷ്ടിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ ഉപസൃഷ്ടിയോട് വേണമെങ്കിൽ ശരീരം മൊത്തം മൂടി നടന്നോ എന്ന് നിയമം പറഞ്ഞു കൊടുത്തു, സൂത്രം പറഞ്ഞു കൊടുത്തു അള്ളാഹു മഹാനും വേറെന്തൊക്കെയോ ആണ് അല്ലേ ഉസ്താദേ? എന്നാൽ ഈ മതം വിട്ട് നിങ്ങൾ യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ നാസ്തിക പ്രസ്ഥാനത്തിലേക്കോ നിങ്ങൾ പോയി സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ഒരുപാട് അവസരം ഉണ്ടാവും. ഡ്രസ്സ് ധരിച്ചും ധരിക്കാതെയും ഒക്കെ നടക്കാം, ശരീരം പുറത്ത് കാണിച്ചും അല്ലാതെയും നടക്കാം. പക്ഷെ അതിനു പുറകിൽ ഉണ്ടാകുന്ന പീഡനം, ശാരീരികമായ ഉപദ്രവം, ലൈംഗികമായ പീഡനം, മോശം കമന്റുകൾ, ഇതിനൊന്നും അവർക്ക് ഒരു പ്രതിവിധിയും പരിഹാരവും നിർദ്ദേശിക്കാനില്ല. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. കാരണം ഈ നിലവാരത്തിലുള്ള ഉസ്താദുമാരാണ് +2 കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പർദ്ദയുടെ സാങ്കത്യം വിശദീകരിച്ചു കൊടുക്കുന്നതെങ്കിൽ ഹദീസും ചരിത്രവും നമ്മൾ കുറച്ച് ഉസ്താദിനും പറഞ്ഞു കൊടുക്കണമല്ലോ. എന്താണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിൻ്റെ കാര്യം? ഈ ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഹമ്മദിൻ്റെ അനുയായികൾ തെരുവിലൂടെ നടക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. ഇത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് വാ, തെളിവ് ഞാനപ്പോൾ തരാം. എന്ന് മാത്രവുമല്ല, ഇസ്ലാമിലുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അടിമ സ്ത്രീകൾ, ഇസ്ലാമിൽ സ്ത്രീകൾ എന്നൊറ്റടിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. അടിമ സ്ത്രീ, സ്വതന്ത്ര സ്ത്രീ, അങ്ങനെ 2 തരം സ്ത്രീകളുണ്ട്. ഈ അടിമ സ്ത്രീകളാണെങ്കിലോ അവർക്ക് സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാൻ പറ്റുമോ? ഇല്ല. അവർ പിന്നെ മൊട്ടുപുക്കിളിനിടയിലുള്ള ഭാഗമാണ് അടിമ സ്ത്രീയുടെ ഔറത്ത്. ബാക്കി ഭാഗം ഇസ്ലാമിക പുരുഷ കേസരികൾക്ക് ദർശന പർശനാദി ആസ്വാദനങ്ങൾക്ക് വേണ്ടി വകവെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്, വേറൊന്നുമല്ല. ഇതാണ് ഇസ്ലാം. സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുത്തതാണ്. അതെന്താ? അടിമ സ്ത്രീകൾക്ക് പർദ്ദ ധരിക്കാൻ പാടുണ്ടോ? പാടില്ലേ. അവർ മറച്ചാലോ, അവർ മുഖം മറച്ചാലോ, മൂടുപടം അണിഞ്ഞാലോ എന്താ പ്രശ്നം? എന്തായിരുന്നു ഉമറിൻ്റെ പ്രശ്നം? ആലോചിക്കണം. അപ്പോൾ ഈ തരത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പർദ്ദ ധരിക്കാതെ പോയാൽ ശല്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ഇസ്ലാം മത വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ പർദ്ദ ധരിക്കാത്ത സ്ത്രീകളെ കാണുമ്പോൾ ശല്യം ചെയ്യാനുള്ള ത്വര നിങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയാണല്ലോ നിങ്ങൾ.
ഉസ്താദ് പറയുന്നത് പർദ്ദ ഇട്ടാത്ത ഒരു കുട്ടി എൻ്റെ മുന്നിൽ വന്നാൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഞാൻ കമൻ്റ് അടിക്കും, ഞാൻ ഒരു പക്ഷെ ഉപദ്രവിച്ചേക്കാം എന്നാണ് ഈ ഉസ്താദ് ഇവിടെ ഏറ്റു പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നതുപോലെ ഈ മതനിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ കാലത്ത് ആ ഉണ്ടാക്കിയ ആളും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും തമ്മിലുള്ള ആശയവിനിമയങ്ങളും ഇസ്ലാമിക വസ്ത്രം എന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന പർദ്ദയുടെ ഉത്ഭവവും എല്ലാം കൂടി പരിഗണിച്ചാൽ നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. നമ്മൾ ഇനിയിപ്പോൾ തിരുത്തി പറയണ്ട. അതെന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത്? മുസ്ലിങ്ങളായ സ്വതന്ത്ര സ്ത്രീകളെ തെരുവിൽ തിരിച്ചറിയാനും ഖുർആൻ വചനത്തിൽ പറയുന്നത് പർദ്ദ ധരിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മുഖം മൂടി വസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞത് അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്തൊക്കെയാണ് ഒരു പർദ്ദയിൽ നിന്ന് തിരിച്ചറിയാം? പർദ്ദയിൽ നിന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഒരു അങ്ങാടിയിൽ പർദ്ദയിട്ട് നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ അത് ഒരു മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് മുസ്ലിംകളായ പുരുഷ കേസരികൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കും. ഇതാണ് പർദ്ദ നിയമമാക്കുന്ന ആയത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആകത്തുക. എന്ന് പറഞ്ഞാൽ ഇതിൽ പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളെ ഇങ്ങോട്ട് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ അങ്ങാടിയിൽ എന്തായിരിക്കും? മുസ്ലിം പുരുഷ കേസരികൾ കൈയടക്കി വെച്ച ഒരു അങ്ങാടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. കണ്ണൂർക്കാരായിട്ടുള്ള മനുഷ്യർ, ആത്മാഭിമാനമുള്ള മനുഷ്യന്മാർ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയാം. അല്ല, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ പറ്റി ഉസ്താദ് പറഞ്ഞാൽ ശരിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിട്ടോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൊക്കെ വലിയ വർഗീയമായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹം മുസ്ലിം പെൺകുട്ടികളെ പേടിപ്പിച്ച് പർദ്ദയിൽ തന്നെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലും ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം എന്താണ് എന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവർ കുറച്ച് കഷ്ടപ്പെടും. നമുക്കൊന്നുകൂടി കേൾക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചത്? അടിപതറി പോകണ്ട, കൃത്യമായി ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും എൻ്റെ സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വരുമ്പോൾ എനിക്ക് സുരക്ഷ ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ യുക്തിവാദ ആശയത്തിലേക്ക് കടന്നു വരുന്നില്ല. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന് നമുക്കവിടെ തിരിച്ചു ചോദിക്കാം. നബിയുടെ ഭാര്യമാരും മുഹമ്മദിൻ്റെ അനുചരന്മാരായിട്ടുള്ള സ്വഹാബിമാരുടെ ഭാര്യമാരും പെൺമക്കളും ഉൾപ്പെടുന്ന സംഘം മുസ്ലിങ്ങളാൽ നിയന്ത്രിതമായിരുന്ന മദീന അങ്ങാടിയിൽ തിരിച്ചറിയപ്പെടാനും മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിയപ്പെടാനും ഇവരാൽ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഉമറിനെ പോലെയുള്ള അനുചരന്മാരിൽ നിന്ന് ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു സംവിധാനമാണ് ഈ സാധനം. അപ്പം അള്ളാഹ്ക്ക് അറിയാന്ന് പറഞ്ഞാൽ ആർക്കറിയാം? മുഹമ്മദിനോട് ചെന്നിട്ട് ഉമർ പറയണ്ട, ഈ പണി നടക്കൂല, പർദ്ദ ഇടാൻ പറയണം. ആദ്യം പറഞ്ഞു ഉമർ, നബി അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെയും പറഞ്ഞു, സീരിയസ് ആയിട്ട് എടുത്തില്ല. അവസാനം സൗദ വെളിക്കിരിക്കാൻ പോയപ്പോൾ ഉമർ സൗദേനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സൗദ ഞാൻ കണ്ടുകട്ടാ എന്ന് പറഞ്ഞു. സൗദ വന്ന് ഉമറിനോട് കാര്യം പറഞ്ഞു, മീൻസ് മുഹമ്മദിനോട് കാര്യം പറഞ്ഞു. വീണ്ടും ഉമർ എന്നിട്ട് പറഞ്ഞു, നബി എങ്ങനെ പോയാൽ പറ്റൂല, പർദ്ദ ഇടിക്കണം എന്ന്. സ്വന്തം വീട്ടിലുള്ള ഭാര്യമാർക്ക് മനസമാധാനത്തോടെ ഈന്തപ്പനത്തോട്ടത്തിൽ വെളിക്കിരിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ ഗത്യന്തരമില്ലാതെ മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ഖുർആൻ വചനം അങ്ങനെയാണ്, നിങ്ങളുടെ ഭാര്യമാരോടും പുത്രിമാരോടും നിങ്ങളുടെ പത്നിമാരോടും പുത്രിമാരോടും അങ്ങനെ പറഞ്ഞു തുടങ്ങണേ. മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ നബിയെ താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ മറ്റു സ്ത്രീകളോടും പറയണം എന്ത്? അവരുടെ മക്കനകൾ താഴ്ത്തിയിടാൻ, മൂടുപടമിടാൻ പറയണം. അപ്പം ശരിയാണ്, ഉസ്താദ് പറഞ്ഞ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞ, ഒരു നിയമം ഉണ്ടാക്കുന്ന ആളുടെ മനോനില, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ മനോനില ആ നിയമത്തിൽ പ്രതിഫലിക്കും, ഒരു സംശയമൊന്നുമില്ല. അപ്പം എന്തായാലും അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇതാണ് ഇസ്ലാമിക പർദ്ദയുടെ കഥ. എന്നിട്ട് ഈ പർദ്ദ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ധരിക്കുന്നതിൻ്റെ കാരണം കണ്ണൂരിൽ പാവപ്പിടിച്ച മനുഷ്യന്മാരുടെ, ആണുങ്ങളുടെ, വെറുതെ അവരുടെ ഉപജീവന മാർഗത്തിന് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യന്മാരുടെ തലയിൽ കൊണ്ടുവെക്കുകയാണ്. ഉമറിൻ്റെ കൊള്ളരുതായ്മ സ്വഭാവം മുഹമ്മദ് നബിയുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി മുഹമ്മദ് നബി പറഞ്ഞ ഒരു സൂത്രം 2024 കണ്ണൂരിൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ ശല്യം ചെയ്യപ്പെടും എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും കണ്ണൂരിൽ റോഡരികിൽ നിൽക്കുന്ന, ഉപജീവനം നടത്തുന്ന, അവിടെ തൊഴിലെടുക്കുന്ന, പുറത്തിറങ്ങി നടക്കുന്ന മുഴുവൻ പുരുഷന്മാരും സ്ത്രീകളെ കണ്ടാൽ ആക്രമിക്കാൻ നടക്കുന്നവരാണ്, കമൻ്റ് അടിക്കാൻ നടക്കുന്നവരാണ് എന്ന ഒരവസ്ഥ പറഞ്ഞ് അതിട്ടടപ്പടലിൽ കൊണ്ട് കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇവർ പറഞ്ഞല്ലോ പർദ്ദ ധരിച്ചാൽ ഭയങ്കര സുരക്ഷിതത്വമാണെന്ന്. ഈ ഉസ്താദൊക്കെ
ഞാൻ പറയുന്നില്ലേ, ഒരു ഇച്ചിരിയൊക്കെ ഒരു ഉളുപ്പ് വേണം. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ന്യായമൊക്കെ എഴുന്നേറ്റ് നിന്ന് പെൺകുട്ടികളെ മുമ്പിൽ വിളിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടികൾ അത്രയും മദ്രസയിൽ പോയ കുട്ടികളായിരിക്കും. ഉസ്താദുമാരുടെ ഈമാനും ഉസ്താദുമാരുടെ സുരക്ഷ ഒരിക്കലും ഒക്കെ എന്താണെന്ന് അത്യാവശ്യം ചെറിയ തോതിലെങ്കിലും അനുഭവിക്കാതെ ഒന്നും ഒരു പെൺകുട്ടി മദ്രസ ജീവിതം കടന്നു പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്രസകളിൽ പഠിക്കാൻ പോകുന്ന ചെറിയ ചെറിയ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ വാർത്ത പോട്ടെ, ആൺകുട്ടികൾ മദ്രസ ഉസ്താദുമാർ പീഡിപ്പിച്ചതിന്റെ വാർത്ത എത്ര എണ്ണം കയറി വരുന്നു? ബാക്കിയുള്ളത് വിട്ടാളി, ബാക്കിയുള്ളവർക്ക് ധാർമ്മികതയൊന്നുമില്ലല്ലോ. നിങ്ങളാണല്ലോ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാർ. പള്ളി ദർസുകളിലും യതീംഖാനകളിലും മദ്രസകളിലും പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉസ്താദുമാരുടെ എണ്ണം എത്രയാണ്, കണക്കെത്രയാണ്? എന്നിട്ട് ഒരു പർദ്ദ ഇടാത്തോണ്ടാ? ഉസറും പുളിയും വേണം കുറച്ച്. നിങ്ങൾ കണ്ണൂർക്കാരനായതുകൊണ്ട് ആ മലപ്പുറത്തിന്റെ ഒരു ഇതിൽ ശൈലിയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരും, കുറച്ചൊക്കെ ഒരു ഉസറും പുളിയും വേണം. പെൺകുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കണം, ഇതുപോലത്തെ ആൾക്കാർ വന്നിട്ട് ഈ മാതിരി ന്യായം പറയുമ്പോൾ. ഇനി ഇതും പോട്ടെ, ഇത് മുഹമ്മദ് സുരക്ഷയൊരുക്കിയതാണ് മുസ്ലിം പെൺകുട്ടികൾക്ക്. അന്നത്തെ കാലത്ത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മനസമാധാനത്തോടെ വഴിയിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നതിന് ഞാൻ വേറെ തെളിവ് പറയാം. മുഹമ്മദിന്റെ മരുവനൊരുത്തനുണ്ടല്ലോ, അലി. യുദ്ധത്തിൽ പങ്കുവെക്കപ്പെട്ട അടിമ സ്ത്രീകളെ അതുൾപ്പെടെയുള്ള മുഹമ്മദിന്റെ സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അലി ഒരു സ്ഥലത്തേക്ക് പോയി. അന്ന് മുഹമ്മദ് അവിടെ ഇല്ല. അപ്പൊ അലി അവിടെ ചെന്നപ്പം അവിടെ മുഹമ്മദിന്റെ 1/5 മാറ്റിവെച്ച കൂട്ടത്തിലുള്ള അടിമ സ്ത്രീകളുമായിട്ട് അലി ചില വേലത്തരങ്ങൾ ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നത് വേറൊരു സഹാബി, ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയുക മേൽനോട്ടം നടത്തിയിരുന്ന ഒരാൾ കണ്ടു. അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതിരുന്ന ആ സഹാബി പിന്നീട് മുഹമ്മദിനോട് വന്ന് പരാതി പറഞ്ഞു, അലി വല്ലാത്തൊരു പണിയാണ് ഈ കാണിക്കുന്നത്, ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പറഞ്ഞൊരു വർത്തമാനം എന്താ അറിയോ? അലിക്ക് 5/1 അതിൽ കൂടുതലും അവകാശമുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ മുഹമ്മദിന്റെയും മനോനില എന്താണ്? മുഹമ്മദിന്റെ വീട്ടിലുള്ള സത്യവിശ്വാസികളായിട്ടുള്ള തൻ്റെ അനുചരന്മാരുടെ വീട്ടിലുള്ള ഭാര്യമാരും സ്വതന്ത്ര സ്ത്രീകളും മാത്രം സുരക്ഷിതരായിരുന്നാൽ മതി. അടിമ സ്ത്രീകളോടോ യുദ്ധത്തിൽ തടവുകാരാക്കി പിടിക്കുന്നവരോടോ ഒന്നും അവർക്കൊന്നും സുരക്ഷയുടെ ആവശ്യമില്ല. അതൊക്കെ ആസ്വാദനത്തിന്റെ ഗണത്തിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഉസ്താദ് പറഞ്ഞു തീർക്കട്ടെ. ഇനി 4ാമത്തെ പോയിന്റ് പറയാം. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ, ഏതാണ്? വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പ്രശ്നം ഒന്നിച്ചു വന്നാൽ നമ്മുടെ മതം അഥവാ അള്ളാഹുവിന്റെ മതം പ്രാധാന്യം കൊടുത്തത് സമൂഹത്തിന്റെ സുരക്ഷക്കാണ്, വ്യക്തിയുടെ താല്പര്യത്തിനല്ല. ഒരു ഉദാഹരണം പറയൂ. അതിനൊരു ഉദാഹരണം പറയും. ഈ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും കാര്യം വരുമ്പോൾ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ള ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഇത് നമുക്ക് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യവും സുരക്ഷയുടെയും പ്രശ്നം വരുമ്പോൾ സുരക്ഷയ്ക്ക് മുന്നോക്കം കൊടുക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിന് കാരണമാകുന്ന സാമൂഹ്യ തിന്മകളെ പ്രതിരോധിക്കുന്നതിൽ പ്രയോഗിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അവിടെ നമുക്ക് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ പറയാം. ഇസ്ലാമിൽ കുറെ ശിക്ഷാ നിയമങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു ശിക്ഷാ നിയമം പറയും ഇസ്ലാമിൽ. നിങ്ങൾക്ക് പറയും, ഞാൻ പറയാം. മുർത്തദിനെ കൊല്ലണം. ഒരാൾ മതം വിട്ടാൽ അയാളെ കൊല്ലണം എന്നൊരു ശിക്ഷാ നിയമം ഇസ്ലാമിലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ഉസ്താദിനോട് ഇസ്ലാമിലുള്ള ഏതെങ്കിലും ഒരു ശിക്ഷാ നിയമം പറയും ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് മുർത്തദിനെ കൊല്ലണം ഉസ്താദേ. ഇത് പറഞ്ഞാൽ ഉസ്താദ് വലിക്കും അവിടെ കിടന്നിട്ട്. ഓക്കെ, എന്തായാലും ഉസ്താദിന് പറ്റുന്നൊരു സംഭവം തന്നെ പറയട്ടെ, എന്നാലേ ഇപ്പൊ അത് മുന്നോട്ട് പോകുള്ളൂ, ചർച്ച മുന്നോട്ട് പോകണല്ലോ. ഇസ്ലാമിൽ ഒരു ശിക്ഷാ നിയമം പറയോ? എന്താണ്? കട്ടവന്റെ കൈ മുറിക്കണം. അങ്ങനെ കുറെ നിയമമുണ്ട് അല്ലേ? കളവ് നടത്തിയവന്റെ കൈ മുറിക്കുക എന്ന ഇസ്ലാമിലെ ശിക്ഷാ നിയമം കേൾക്കുമ്പോൾ പലരും പരിഹസിക്കും. ഇതെന്തൊരു കാടൻ നിയമം, നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തെ അറിയാതെ പണ്ടത്തെ 6-ാം നൂറ്റാണ്ടിന്റെ പഴയ നിയമങ്ങളാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നതെന്ന് പറയും. നമുക്ക് പരിശോധിക്കാം. കട്ടവന്റെ കൈവെട്ടണം എന്ന ഒരു ഇസ്ലാമിക നിയമം കാടൻ നിയമമാണെന്നൊന്ന് പറയും. പക്ഷേ മുഹമ്മദ് നബിയുടെ ശിക്ഷാരീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ബാക്കിയായിട്ടുള്ള ഇസ്ലാമിൽ ബാക്കിയായിട്ടുള്ള നിയമങ്ങളിൽ കട്ടവന്റെ കൈവെട്ടലൊക്കെ ചെറുത്. മുഹമ്മദ് നബിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഒട്ടകങ്ങളെ മോഷ്ടിച്ചു പോയി എന്ന കുറ്റത്തിന് മുഹമ്മദ് ഒരു സംഘത്തോട് ചെയ്തത് അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈവിരലുകൾ ഉൾപ്പെടെ അറുത്തുമാറ്റുകയും അംഗവിച്ഛേദം ചെയ്യുകയും മണലിൽ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ഒട്ടകം കട്ടവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും കടക്കുന്നവരുടെ കയ്യല്ലേ പോകുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. വരട്ടെ, ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കട്ടവന്റെ കൈവെട്ടുക എന്നതിനകത്ത് വ്യക്തിയും സമൂഹവും ഒന്നിച്ചു വരുമ്പോൾ സമൂഹത്തിനാണ് മുൻഗണന. അത് പറയാനാണ് ഇപ്പൊ ഇത് പറയുന്നത് കേട്ടോ. ആവശ്യം നമുക്ക് പറയട്ടെ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കള്ളൻ ഉണ്ടെങ്കിൽ ആ നാട്ടിലെ എല്ലാവർക്കും വലിയ പേടിയായിരിക്കും.
നിർഭയത്വം നഷ്ടമാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും പുറത്തിറങ്ങാൻ കഴിയാതെ എല്ലാവരും വലിയ ഭയത്തോടുകൂടെ മാത്രം കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തത്, കളവിനിടയിൽ ഒരുപാട് കൊലപാതകം നടക്കുന്നുണ്ട്. പ്രായം ചെന്ന ദമ്പതിമാർ തലക്കടിയേറ്റ് മരിച്ചു എന്ന ഒരു വാർത്ത കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം അത് ഏതിനിടയിലായിരിക്കും? യെസ്, കളവ് നടക്കുന്നതിന്റെ ഇടയിലായിരിക്കും. എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ വഴി നടക്കാൻ പേടിക്കുന്നത് നാട്ടിൽ മോഷ്ടാവുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം കൊണ്ടും വരൂലേ? വായി നോക്കാനും കമന്റ് അടിക്കാനും പർദ്ദയിടാതെ പുറത്തിറങ്ങിയാൽ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും നിൽക്കുന്ന ആൺ സംഘങ്ങൾ വിലസുന്ന ടൗണിലൂടെ പുറത്തിറങ്ങാൻ ഏത് പെണ്ണും പേടിക്കൂലേ? ഏത് പെൺകുട്ടിയും പേടിക്കൂലേ? ഏത് സ്ത്രീയും പേടിക്കൂലേ? ഏത് അമ്മയും പേടിക്കൂലേ? ഏതെങ്കിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ അമ്മയോ വയോധികയോ തലക്കടിയേറ്റ് കൊലപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം മോഷണ ശ്രമത്തിനിടയിൽ മാത്രമേ സംഭവിക്കുള്ളൂ? നിങ്ങൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന ആണുങ്ങൾ പർദ്ദ ധരിക്കാതെങ്ങാനും ഒരു അമ്മൂമ്മ പുറത്തിറങ്ങിയാൽ അവർക്കും ഇതേ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തുകൂടായില്ലല്ലോ. എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത മോഷ്ടാവ് കൊണ്ടായിരിക്കുന്നു? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ മോഷ്ടാവിന്റെ കഥ പറയും, നമുക്കിതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ ഒരു കള്ളൻ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ നിർഭയത്വമാണ് ഇല്ലാതാകുന്നത്. എല്ലാവരും പേടിച്ചരണ്ട് കഴിയുന്നു, എല്ലാവരും പരസ്പരം സംശയത്തിൽ കഴിയേണ്ടി വരും. എന്നാൽ കളവ് നടത്തി പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൈ മുറിച്ച് കളയുമ്പോൾ മറ്റാർക്കെങ്കിലും ഇനി കളവിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ കളവ് നടത്തിയാലും എൻ്റെ കൈ നഷ്ടപ്പെടും എന്ന ചിന്ത, എന്ന ഭയം അയാളെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കും. അങ്ങനെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് കള്ളന്മാരില്ലാതെയായി തീരും. സമൂഹത്തിൽ നിന്ന് കള്ളന്മാരില്ലാതെയായി തീരുമ്പോൾ സമൂഹത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്തിനാണ് കളവ് നടത്തിയവന്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞത്? അത് കള്ളനോടുള്ള ക്രൂരത കൊണ്ടല്ല, പിന്നെയോ സമൂഹത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്. എന്ത് മണ്ടത്തരമാണ് ഇദ്ദേഹം പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ഇനി സർക്കാസമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സാധ്യതയില്ലാത്തത് കൊണ്ട് തുടക്കത്തിൽ പറയാം, ഞാനൊരു തമാശ പറയാം. ഒരു നാട്ടിൽ കള്ളനുണ്ട്, കള്ളന്മാർ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ വീടിന് മൊത്തത്തിൽ ഒരു കറുത്ത കവറടിച്ച് നന്നായിട്ട് കെട്ടി വീട് മൂടി വെക്കുന്നതല്ലേ നല്ലത്? കള്ളൻ അകത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലല്ലേ കള്ളൻ അകത്ത് കയറുള്ളൂ. കാരണം അകത്ത് കയറാനുള്ള ത്വര കള്ളന്മാർക്ക് പൊതുവിലുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് വീടുകൾക്ക് പർദ്ദ ധരിപ്പിക്കലാണ് കള്ളൻ്റെ കൈവെട്ടുന്നതിനേക്കാൾ നല്ലത് എന്നാണ് എൻ്റെ പക്ഷം. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്കിതിനെ വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്തുകൂടെ? കള്ളനോടുള്ള ക്രൂരത കൊണ്ടല്ല, സമൂഹത്തിന്റെ നന്മയിലുള്ള, സമൂഹത്തിന്റെ സുരക്ഷിതത്തിലുള്ള, സമൂഹം നിർഭയമായി കഴിയണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷാ നിയമങ്ങൾ വെച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, സമൂഹത്തിൽ നിർഭയത്വം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സമൂഹത്തിന് പൊതുവിൽ ദോഷമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കള്ളന്മാർ, മോഷ്ടാക്കൾ ഉണ്ടെങ്കിൽ അവർ ആ മോഷണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈവെട്ടി മാറ്റുക എന്ന് പറയുന്നത് മോഷ്ടിക്കാനുള്ള ആളുകളുടെ ത്വരയെ ഇല്ലാതാക്കാനും മോഷ്ടിച്ചാൽ എനിക്ക് ഈ ഗതി വരും, എനിക്ക് കൈയില്ലാണ്ടാകും എന്ന് ഭയം ജനിപ്പിക്കാനും അതുവഴി സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ആണ് എന്നാണ് പുസ്തകം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ ചാക്കിനകത്തേക്ക് മാറ്റുന്നത്? എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ വീടകങ്ങളിലേക്ക് പൂട്ടിയിടുന്നത്? അക്രമപ്രവർത്തനം എന്തുകൊണ്ടാണ് മോഷ്ടാവിൻ്റെ കൈ മുറിക്കുന്നത്? നിങ്ങൾ പറയും. സമാനമായിട്ട് അള്ളാഹ്ക്ക് സ്ത്രീകളുടെ സുരക്ഷയായിരുന്നു പ്രധാനമെങ്കിൽ ഇതേ നിയമം നമുക്ക് ഇപ്പുറത്ത് ഇംപ്ലിമെന്റ് ചെയ്യാമല്ലോ. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? എന്തിനാ മോഷ്ടിച്ചവന്റെ കൈ വെട്ടുന്നത്? കക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ കൈ കളവ് നടത്തുന്നത് കൈ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് കട്ടവന്റെ കൈ വെട്ടിയിട്ട് സമൂഹത്തിന് സുരക്ഷിതത്വം ഉറപ്പു കൊടുക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഒരുമിച്ച് ഉറപ്പു കൊടുക്കാലോ. രണ്ടേ രണ്ട് അവയവം, അക്രമം ചെയ്യുന്നവന്റെ രണ്ടേ രണ്ട് അവയവം. ഇസ്ലാമിൽ എങ്ങനെ അറിയോ? ഒരാൾ മോഷണം നടത്തി, അവന്റെ കൈ മുറിക്കും, ആദ്യം കൈപ്പത്തി. പിന്നെയും മോഷണം നടത്തി, ഒറ്റ കൈയും വെച്ച് ഇവൻ പിന്നെയും മോഷണം നടത്തിയാൽ ഇവന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കാൽപാദം മുറിച്ചു മാറ്റും. അതിന്റെ കാരണം എന്താ? കൈ നടത്താൻ ഉപയോഗിക്കുന്ന അവയവം, അതിലേക്ക് അവൻ നടക്കാൻ ഉപയോഗിച്ച അവയവം, ഇത് രണ്ടിൽ നിന്നും പാതി ഭാഗം കട്ട് ചെയ്ത് കളയും. എന്നിട്ടും ഇവൻ മോഷണം നടത്തിയാൽ ആദ്യത്തെ മറ്റേ കൈ വെട്ടും. പിന്നെ മോഷണം നടത്തിയാൽ രണ്ട് കൈയും രണ്ട് കാൽപാദവും ഇല്ലാത്തവനായിട്ട് ഇവ പിന്നെ മോഷ്ടിക്കൂലല്ലോ, സ്വാഭാവികം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊന്നും കഷ്ടപ്പെടണ്ടല്ലോ. കണ്ണൂർ ടൗണിലൂടെ പർദ്ദയിടാത്ത നടന്നു പോയി അതിൻ്റെ പേരിൽ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടാൽ അവനെ കൊണ്ടുപോയി നല്ല സുന്നത്ത് കഴിക്കുന്ന ഡോക്ടർമാർ കുറച്ചും കൂടി ഒന്ന് കയറ്റി സുന്നത്ത് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പുവരുത്തുക, സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ അക്രമിയെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്ന നിയമമാണ്, എന്ന സൂത്രമാണ് അള്ളാഹ് പ്രയോഗിക്കുന്നതെങ്കിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവൻ ആദ്യം അവൻ്റെ
പ്രശ്നം തീർന്നില്ലേ? 4 ആളെ ചെയ്താൽ പോരെ? കണ്ണൂർ ടൗണിലുള്ള ആണുങ്ങളൊക്കെ അടങ്ങിയിരിക്കൂല അവിടെ ഉസ്താദെ? എന്തിന് ആ ഉമറിന് മാത്രം അന്നിപ്പണി ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഈ നിയമം തന്നെ ഉണ്ടാവില്ല. പിന്നല്ലേ, ഉമർ ചില്ലറക്കാരനായിരുന്നോ എന്തെങ്കിലും വിചാരിക്കുന്നത്? ഉമർ ജഗജില്ലിയായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ഉമറിൻ്റെ പൂർവ്വകാല ചരിത്രം കൃത്യമായിട്ട് മൂല്യമാര് വയലു പറഞ്ഞത് അവിടെ ഉണ്ട്. ഉക്കാല ചന്തയിലൂടെ പുറത്തിറങ്ങി നടക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയമായിരുന്നു ഉമറിനെ പേടിച്ചിട്ട്. ആ ഉമറിനെ പേടിച്ചിട്ടാണ് മുഹമ്മദ് നബി മുസ്ലിങ്ങളായ സ്ത്രീകളോടും സ്വന്തം വീട്ടിലുള്ള ഭാര്യമാരോടും പുത്രിമാരോടും പർദ്ദ ധരിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പം 4 ആളുടെ ചൂച്ചാമണി കട്ട് ചെയ്ത് കാക്കക്കിട്ട് കൊടുത്താൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവുമാകും, അവർക്ക് സ്വാതന്ത്ര്യവും ലഭിക്കും, ഇല്ലേ? അപ്പൊ കള്ളന്മാരിൽ നിന്ന് സമൂഹത്തിന് സുരക്ഷിതത്വം കൊടുക്കാൻ കള്ളന്റെ കൈവെട്ടി മാറ്റുക, സ്ത്രീകളോട് അക്രമം കാണിക്കും എന്ന് ഭയപ്പെടുന്ന ഘട്ടങ്ങളിൽ സ്ത്രീകളെ ചാക്കിൻ്റെ ഉള്ളിൽ കയറ്റുക. ഇവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം അല്ല ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനം. സ്ത്രീകളെ അടക്കി നിർത്തുക, പുരുഷന്റെ സ്വകാര്യ സ്വത്തായി വീടകങ്ങളിൽ പൂട്ടിയിടുക എന്ന ഇസ്ലാമിക തന്ത്രം, പുരുഷന്റെ അടിമത്തമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാമിൽ. ഇനി എന്നിട്ടും ശല്യം ചെയ്യണം. ഞാൻ പറയുന്നത് ആദ്യം ഒരു കണ്ണ് തീരുമാനാക്കിയാൽ മതി. കാരണം ഇവൻ ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണല്ലോ. അപ്പോൾ പർദ്ദ ഇടാതെ ഒരു പെൺകുട്ടി പോകുന്നു. ഇസ്ലാമിൽ വേറെ നിയമമുണ്ടല്ലോ, നടന്നു വരുന്നത് ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലായാൽ അത് സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നവരെ നോക്കുക, പിന്നെ നോക്കാൻ പാടില്ല. അത് ഹറാമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവൻ ആദ്യം അവന്റെ ഇടത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയുക. എന്നിട്ടും അവൻ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ വലത്തെ കണ്ണും കുത്തിപ്പൊട്ടിച്ച് കളയുക. എന്നിട്ടും ഇവൻ അക്രമ പ്രവർത്തിക്കുകയാണ്, തപ്പിപ്പിടിച്ചു പോയിട്ട് ഇവൻ പിന്നെ വഴിയിൽ നടക്കുന്ന സ്ത്രീകളെയൊക്കെ, പർദ്ദയിടാത്ത സ്ത്രീകളെയൊക്കെ അപമര്യാദയായിട്ട് പെരുമാറും, പ്രശ്നം ഉണ്ടാക്കും, ആക്രമിക്കും, പീഡിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് മറ്റേ സംഭവം ചെയ്യാം. സ്ത്രീകളും ഹാപ്പി, കുട്ടികൾ സുരക്ഷിതർ, ധൈര്യമായിട്ട് മദ്രസയ്ക്ക് കുട്ടികൾക്ക് പോവാം. ഇതല്ലേ ശരി? എന്താണ് നിങ്ങൾക്ക് ആ ശിക്ഷാവിധിയെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്താ? ഇങ്ങനെ മതിയായിരുന്നില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹ്ക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിയുടെ വെപ്രാളവും ബേജാറും അതന്നെയാണ് അള്ളാഹുവിൻ്റെ വെപ്രാളവും ബേജാറും. മുഹമ്മദിൻ്റെ പേടിയും ആഗ്രഹവും അതന്നെയാണ് ഇസ്ലാമിലെ നിയമവും ഓഫറും. ഇത്ര ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറയുക അറിയോ? ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ സുരക്ഷിതത്വമുണ്ട്, ഇസ്ലാം വിട്ടു വന്നതൊന്നുമില്ല എന്ന് പറയും. കേട്ടോളി. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു? അതിന്റെ ഒരു ഉത്തരം, എൻ്റെ മതത്തിൽ സമൂഹത്തിന്റെ താല്പര്യവും വ്യക്തിയുടെ താല്പര്യവും ഒന്നിച്ചു വന്നാൽ എൻ്റെ മതം പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിയുടെ താല്പര്യത്തിനല്ല, സമൂഹത്തിന്റെ താല്പര്യത്തിനാണ്. എന്നാൽ യുക്തിവാദമാകട്ടെ, നിരീശ്വരവാദമാകട്ടെ, അതിനകത്ത് സമൂഹത്തിന്റെ താല്പര്യത്തിനോ സമൂഹത്തിന് നിർഭയമായ അവസ്ഥക്കോ വലിയ പ്രാധാന്യമൊന്നുമില്ല. വ്യക്തിക്ക് തോന്നുന്നത്, വ്യക്തിയുടെ ഇഷ്ടങ്ങൾ, വ്യക്തിയുടെ ഇച്ഛകൾ, താല്പര്യങ്ങൾ അത് നിറവേറ്റണം. അതിനാരും എതിർപ്പ് പറയരുത്, അതിനാരും മുടക്കം പറയരുത്, അതാരും തടയാൻ പാടില്ല. ഇതാണ് സ്വതന്ത്ര ചിന്ത, ഇതാണ് യുക്തി ചിന്ത എന്നൊക്കെ ഇദ്ദേഹത്തിന് വാദമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒന്നും എന്താ പറയുക, അപ്പോസ്തലനോ ഇതിൻ്റെ ഒന്നും പ്രചാരകനോ അല്ലെങ്കിൽ പോലും ഞങ്ങളോട് പറയാം. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഈ ഉസ്താദിനെ ഒന്ന് നേർക്ക് കിട്ടണമെന്ന് എനിക്ക് ശരിയായ ആഗ്രഹമുണ്ട്. ഉസ്താദ് പറയും എന്താണ് യുക്തിബോധം, എന്താണ് യുക്തിചിന്ത, എന്താണ് ശാസ്ത്രീയമായ മനോവൃത്തി, എന്താണ് ഇസ്ലാം, എന്തിനാണ് ഇസ്ലാമിലെ നിയമങ്ങൾ, എങ്ങനെയാണ് ഈ കുട്ടികൾ ഇസ്ലാമായത് എന്ന് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് പറ്റും. നേർക്കൊന്ന് കാണാൻ എനിക്ക് ശരിയായ ആഗ്രഹമുണ്ട് ഈ ഉസ്താദിന്. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരണം. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ സ്ഥിരം പല്ലവി ആയതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ആ കാര്യം കൂടി പറഞ്ഞിട്ട് ഉസ്താദ് നിർത്തും. അതെന്താണെന്ന് കേട്ടോളി. അത് ഇതിനേക്കാളും മാരകമായ ഒരു സാധനമാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് ലിമിറ്റ് കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ താല്പര്യത്തെ, സമൂഹത്തിന്റെ നിർഭയമായ സാമൂഹിക അന്തരീക്ഷത്തെ ഉറപ്പുവരുത്തുന്നു. അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് നിങ്ങൾ ആരെങ്കിലും കോളേജിൽ വന്നിട്ട് നിങ്ങളോട് എന്തിനാണ് നിങ്ങൾ മുസ്ലിം ആയത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് നിങ്ങൾ ഈ വസ്ത്രമൊക്കെ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സുരക്ഷയ്ക്കാണെന്ന് ഉസ്താദ് കഴിഞ്ഞ തവണ പിന്നെ എന്തായിരുന്നു ഹൈസെക്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ ചെറുപ്പം മുതൽ ഉസ്താദുമാർ പറഞ്ഞ് വാപ്പിയുമൊക്കെ നിർബന്ധിച്ച് അങ്ങനെ ഇടുന്നതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിടണം. ഞാൻ ഈ പർദ്ദ അയച്ചാൽ കണ്ണൂരിലുള്ള കാക്കാമാർ ഞങ്ങളെ കൊത്തിക്കീറും, അതുകൊണ്ടാണ് താത്ത പർദ്ദ അയക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പർദ്ദയില്ലാതെ നടക്കാൻ പറ്റൂല, കാരണം കണ്ണൂരിലുള്ള കാക്കാമാരൊക്കെ പ്രശ്നക്കാരാണെന്ന് ഉസ്താദ് പണ്ട് കണ്ണൂരിൽ വന്ന് ഹൈസെക്കിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ കാക്കാമാരെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പർദ്ദ ഇട്ട് നടക്കുന്നത് എന്ന് കണ്ണൂരിലെ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇതാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം.
കേട്ടോ. ഇനി നാളെ കണ്ണൂരത്തെ കാക്കാന്മാരെല്ലാവരും കൂടി എൻ്റെ കൂടെ വരണ്ട, ഞാൻ പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞാണ്. ഇനി നാളെ 3 എണ്ണം കഴിഞ്ഞു, ഇനി 4-മത്തെ കേട്ടോ. 4-മത്തെ എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു? 5-മത്തെ പോയിന്റ്, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? കുട്ടികളുടെ താല്പര്യത്തിനാണ്, കുട്ടികളുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഉദാഹരണം, അവിടെ നമുക്ക് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിക്കാഹും ഇസ്ലാം അനുവദിക്കാത്ത ലിവിംഗ് ടുഗദറും ചർച്ച ചെയ്യാം. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അനുവദിച്ച ലിവിംഗ് ടുഗദറും ഉണ്ട്, ഇസ്ലാം അനുവദിക്കാത്ത ലിവിംഗ് ടുഗദറും ഉണ്ട്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഉസ്താദ് ഇസ്ലാമിൻ്റെ കളസം കീറാൻ ഒരുങ്ങി തിരിച്ചിറങ്ങിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അല്ല, നിങ്ങൾ ഹാളിലിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് പൊന്നാര ഉസ്താദെ അതൊക്കെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്? ഉസ്താദ് പറയണമെന്ന് വെച്ചാൽ, ഇനി മുതിർന്നവരും കുട്ടികളും പരിഗണിച്ചാൽ കുട്ടികൾക്കാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് കുട്ടികളുടെ അവകാശങ്ങൾക്കാണ് ഇസ്ലാം മുൻഗണന കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് എന്ത് പറയാൻ പോകുന്നത് നാളെ? ഇസ്ലാം അനുവദിച്ച നിക്കാഹും ഇസ്ലാം അനുവദിക്കാത്ത ലിവിംഗ് ടുഗദറും തമ്മിലൊരു താരതമ്യം. എന്തായാലും അത് നല്ല ഒരു വിഷയമായിരിക്കും. സാമാന്യ ബോധമുള്ള മുസ്ലിം പെൺകുട്ടികൾക്കൊക്കെ കാര്യം മനസ്സിലാക്കാൻ ഉതകുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വിശദമായിട്ട് നാളെ സംസാരിക്കും. നാളെ അതിനെക്കുറിച്ച് പറയാം. നാളത്തെ വിഷയം ലിവിംഗ് ടുഗദറും നിക്കാഹും ലിവിംഗ് ടുഗദർ, അതിനെക്കുറിച്ചുള്ള ഒരു താരതമ്യം. ഞാൻ പറയുന്നത്, ഞാൻ ഒരു ലിവിംഗ് ടുഗദറിൻ്റെ പ്രചാരകനായതുകൊണ്ടോ ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തിൽ ലിവിംഗ് ടുഗദറിൻ്റെ സാധ്യതകളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലിവിംഗ് ടുഗദറിലുള്ള പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ല. ഇസ്ലാമിക നിക്കാഹുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉസ്താദ് തയ്യാറായി വരുമ്പോൾ ഇസ്ലാമിലെ നിക്കാഹും ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ശരിയായ കൺസെപ്റ്റും എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു താരതമ്യമാവാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കുട്ടികളുടെ അവകാശവും മുതിർന്നയാളുടെ അവകാശവും ഒരുമിച്ച് വരുമ്പോൾ അത് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഏത് ഉദാഹരണം എടുക്കുന്നത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ല, അതിനെന്താ പറയാ? കുട്ടികളുടെ അവകാശം ഇസ്ലാം മുൻഗണന കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ് എടുക്കാൻ കണ്ട ഒരു വിഷയം എന്ത്? നിങ്ങൾക്ക് ആ ഹദീസ് പറഞ്ഞാൽ പോരെ ഇന്നലെ ഉസ്താദ്? അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുത് എന്ന് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് തടി സലാമത്തായിക്കൂടായിരുന്നോ? മുതിർന്നവരുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്ന നിയമം, അതാണ്, അങ്ങനെ ഒരു മതമാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എടുത്ത ഐറ്റം കൊള്ളാം. നിക്കാഹ് ശരിയായിക്കോട്ടെ. ഉസ്താദിന് എവിടെയാണ് അമളി പറ്റിയതെന്നും എന്താണ് അമളി എന്നും ഇതിലെ പ്രശ്നം എന്താണെന്നും വിശദമായി നാളെ നമ്മൾ ഇസ്ലാമിലെ നിക്കാഹിൻ്റെ അവകാശവാദങ്ങളും ഇവർ പറയുന്ന ലിവിംഗ് ടുഗദറും ഒക്കെ ഒന്ന് വെച്ച് പരിശോധിക്കാം.